തിന്നാൽ രണ്ടുണ്ട് കാര്യം: വയറും നിറയും, എണ്ണ കാലുമത്തേക്കുകയും ചെയ്യാം. മുസ്ലിം നാമധാരികളായ ഇടതുപക്ഷക്കാരെ കൊന്നാൽ മുസ്ലിങ്ങളെ കൊന്നതായും കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നതായും ആഹ്ലാദിക്കാം. അങ്ങനെയുള്ള RSSനെതിരായി, വർഗീയ ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ മണ്ഡലത്തിലെ ധീരനായ നായകനായ TP-യെ കുറിച്ച് തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് കിട്ടാൻ വേണ്ടി കള്ളപ്രചാര വേലയും വന്നാൽ TP-യെ അറിയാവുന്ന, ഇടതുപക്ഷത്തെ അറിയാവുന്ന, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അരുംകൊല ചെയ്യുന്ന, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിചാരധാരയിൽ 1-ാം നമ്പർ ശത്രുവായി മുസ്ലിങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ള RSS പ്രത്യയശാസ്ത്രക്കാർക്കെതിരായി ഗിരിമാറുയർത്തി രക്തസാക്ഷിത്വങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തി 2 വോട്ട് വളഞ്ഞ വഴിയിൽ ആട്ടിടപ്പട്ടിയാക്കി, പകലിനെ രാത്രിയാക്കി, കള്ളം കൊണ്ട് ആളുകളുടെ കണ്ണുകെട്ടി നേടാമെന്ന് വ്യാമോഹിക്കുന്നവരെ, നിങ്ങൾ ഈ പേരാമ്പ്രയുടെ ചരിത്രം അറിയില്ല, കേരളത്തിന്റെ ചരിത്രം അറിയില്ല, ഭാരതത്തിന്റെ ചരിത്രം അറിയില്ല, ലോകത്തിന്റെ ചരിത്രം അറിയില്ല. അവിടെയെല്ലാം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരും യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാരാ. അതിന് സാർവദേശീയ രാഷ്ട്രീയം പറയണം, ദേശീയ രാഷ്ട്രീയം പറയണം, കേരള രാഷ്ട്രീയം പറയണം. എന്റെ 2 മിനിറ്റ് കഴിഞ്ഞു. ഒറ്റ കാര്യം ഞാൻ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി, അദ്ദേഹവും മനുഷ്യനാണല്ലോ, രക്തവും മജ്ജയും മാംസവും ഒക്കെയുള്ള. ഇടയ്ക്ക് ഏത് മനുഷ്യനും ദേഷ്യം പിടിക്കില്ലേ? അയാൾ പറഞ്ഞു പോലും കടക്ക് പുറത്ത്. എന്നാൽ വീടില്ലാത്ത പഞ്ചപാവങ്ങൾക്ക് 5 ലക്ഷം വീട് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച് കിടക്കകത്ത് എന്ന് പറയുന്നയാളാ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ വസ്തുത പറയാതെ അപഖ്യാതി പറയുക, നുണ പ്രചരിപ്പിക്കുക, ഇല്ലാക്കഥകൾ സൃഷ്ടിക്കുക, ഇങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളികളുടെ സ്വർഗത്തിലാവാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് TP-ക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അനുവാചിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3ാമതും അധികാരത്തിൽ കൊണ്ടുവരണം. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? വിഷുവിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് 4000 രൂപ ക്ഷേമ പെൻഷനിതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരാഴ്ചക്കകം നമ്മുടെ കൈകളിൽ കിട്ടാൻ പോവുകയാണ്. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? ഞാൻ നിർത്തുന്നു.